െങ്കിൽ അതല്ലാതെ ഇത് എഴുതി അങ്ങനെ നടക്കാൻ കഴിയുമെന്നും വിചാരിക്കണ്ട. അബ്ദുറഹ്മാൻ സലഫി എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയ KNM സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത് സംഘടനയുടെ സാരഥ്യമാണ്. അതേപോലെ ജമിയത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നത് ഈ സംഘടനയുടെ നേതൃത്വത്തിന്റെ ഭാഗമാണ്. അത് ഇന്ന് ഞാനാണെങ്കിൽ നാളെ വേറെ ഒരാളായിരിക്കും. ഈ സ്ഥാനത്ത് വരേണ്ടവരായിരുന്നു ഇവരൊക്കെ. അവർ വരുമ്പോഴും അവരും ഇങ്ങനെ ആക്ഷേപിക്കപ്പെടാനും വിമർശിക്കപ്പെടാനും ഇകഴ്ത്തപ്പെടാനും പാടില്ല. അതുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യേണ്ട ബാധ്യത ഇന്നതിന്റെ തലപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നൊന്നും വെക്കൂല. സെലഫുണ്ടെങ്കിൽ ഞാൻ വരൂലാറിന നബിനെ സെലഫിനെ പറ്റി ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ? വരുത്തും, ചോദിക്കും, പറയിപ്പിക്കും, തെളിയിപ്പിക്കും. ഇല്ലെങ്കിൽ അതിനുള്ള നടപടി ഏറ്റുവാങ്ങേണ്ടി വരും. PPയെ പറ്റി ജിഷാൻ മാഹിയോട് സൗഹൃദം പുലർത്തി അമാനത്താക്കി നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ എന്നെപ്പറ്റി കള്ളത്തരം പറഞ്ഞ് മറ്റുള്ളവരിൽ മറച്ചുവെച്ച് ഒപ്പുവാങ്ങിച്ച് അത് നെറ്റിലൂടെയും നാട്ടിലൂടെയും പ്രചരിപ്പിക്കുകയോ വെറുതെ വിടില്ല. ഇതാണോ 110 ക്യാരറ്റ്? അപ്പൊ ഇത്തരത്തിലുള്ള കള്ളന്മാര്, നികൃഷ്ട പ്രവർത്തനം ചെയ്യുന്നവർ ആരാണെങ്കിലും അവരെ പ്രസ്ഥാനം വിളിച്ചു വരുത്തി അന്വേഷിച്ച് വേണ്ടത് ചെയ്യും. ആദർശപരമായ അച്ചടക്കം, സംഘടനാപരമായ അച്ചടക്കം ഈ ആദർശ പ്രസ്ഥാനത്തിന് അനിവാര്യമാണ്. അത് ലംഘിക്കാൻ അനുവദിക്കില്ല എന്ന് നേതൃത്വവും നേതൃത്വത്തിന്റെ കൂടെയുള്ള അനുയായികളും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുക. കഴിഞ്ഞതൊക്കെ മറക്കാം, പൊറുക്കാം, അവസാനിപ്പിക്കുക. നേരിൽ അത്തരം കാര്യങ്ങള്, ദുരാരോപണങ്ങള് നിർത്തുക. തെറ്റിദ്ധരിച്ചു പോയവര് അവര് തെറ്റിദ്ധാരണ തിരുത്തുക. ബോധപൂർവം ചെയ്തവര് ഖേദിച്ചു മടങ്ങുക. അറിയാതെ അന്തം വിട്ടു നിന്നവർ അന്തക്കേടിന് ഒരു ബോധമുള്ളവരായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കും.